ഹായ് എവരി വൺ വെൽക്കം ടു ടൂസ് അക്കാഡമി. അപ്പോൾ നമ്മൾ HSSTയുടെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓൺലൈൻ വർക്ക്ഷോപ്പിൽ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൻ്റെ കൺസെപ്ച്വൽ ഓറിയൻറ്റഡും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്തു. ഇനി ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ഹയർ ലെവലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ടോസ് അക്കാഡമിയിൽ HSTയുടെ കോച്ചിങ് ഓൺലൈൻ ആയിട്ടുള്ള റെഗുലർ ബാച്ച് ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹൈലി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ കോച്ചിങ് എടുത്ത് HST VHSC പോലുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് റാങ്കിൽ മുൻനിരകളിൽ വന്ന് ജോലിയിൽ പ്രവേശിച്ച കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളെല്ലാവരും ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും കാര്യങ്ങളും ലീഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വൺ ഡയമെൻഷണൽ ഹാമിൽട്ടോണിയൻ ഓഫ് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് h is equal to p square by 2m e raised to minus of x by a plus v of x, where a is a constant with appropriate dimension. The corresponding Lagrangian is. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, പൊതുവെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലഗ്രാഞ്ചിയൻ തന്നിട്ട് അതിൽ നിന്ന് ഹാമിൽട്ടോണിയനിലേക്ക് പോകുന്നതാണ് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. എന്താണ്? ഹാമിൽട്ടോണിയൻ എച്ച് അല്ലേ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടി പ്ലസ് വി ആണ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഹാമിൽട്ടോണിയൻ എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സിഗ്മ ഓഫ് ക്യു ജെ ഡോട്ട് പി ജെ മൈനസ് ലഗ്രാഞ്ചിയൻ ഇസ് ഈക്വൽ ടു എച്ച് അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് ഹാമിൽട്ടൺസ് കനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അത് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻ അറിയണം. ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെന്തൊക്കെയാണ്? എത്ര ഇക്വേഷൻ ഉണ്ട്? രണ്ട് ഇക്വേഷൻ അല്ലേ. അപ്പോൾ എന്താണ്? ക്യൂ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി അല്ലേ. പൈ വെച്ച് സബ്സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ക്യു ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ഐ. അതേപോലെ തന്നെ പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഓക്കെ, അപ്പം നിങ്ങൾ അറിയണം, ഇത് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എക്സാം ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരാൻ പറ്റും. ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. ഇത്രയും തിയറിറ്റിക്കൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എച്ച് എന്ന് പറയുന്ന എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? പി സ്ക്വയർ ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് വി ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. മിസ്റ്റേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡോ എച്ച് ബൈ ഡോ പി എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഈ ഒരു ഇക്വേഷനിൽ ബേസ് ചെയ്തിട്ട് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എന്ന് എഴുതാം. ഇനി അത് നമുക്ക് ചെയ്യാം അല്ലേ. ഡോ എച്ച് ബൈ ഡോ പി എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ പി ഓഫ് എച്ച് എന്താണ്? പി സ്ക്വയർ ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് വി ഓഫ് എക്സ് അല്ലേ. ഇനി പിയുടെ ഡെറിവേറ്റീവ് എടുക്കുക
അപ്പം ഈ ഒരു ടേമിൽ പി ഇത് ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണ്. പിന്നെ ഇവിടെയാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2p by 2m e raised to minus of x by a എന്ന് വരും. ഈ ഒരു ടേമിൽ 0 ആണ് വരിക അല്ലെ? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ p by m e raised to minus of x by a. എന്താണിത്? x ഡോട്ട് ആണ് അല്ലേ? അതായത് നമുക്ക് അതിൽ നിന്ന് p നെ മാറ്റിയെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു p is equal to mx ഡോട്ട് e raised to, ഇതിനെ LHS അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാവും? e raised to x by a അല്ലേ? മൈനസ് എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറും. e raised to x by a. p is equal to mx dot e raised to x by a. അപ്പോൾ ഇതാണ് നമുക്ക് p യുടെ ടേമിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ലഗ്രാഞ്ചിയൻ L. L is equal to എന്താണ്? x dot p മൈനസ് h. നമ്മൾ ലഗ്രാഞ്ചിയന്റെ ഇക്വേഷൻ എഴുതിയില്ലേ? എങ്ങനെയാ ഇക്വേഷൻ എഴുതിയത്? x ഡോട്ട് p മൈനസ് എൽ ഇസ് ഈക്വൽ ടു എച്ച് എന്ന് എഴുതി അല്ലേ? അപ്പം ഇതിനെ നേരെ നമ്മൾ തിരിച്ചു. അപ്പോൾ ഈ എല്ലിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പം എല്ല് പോസിറ്റീവായി, എച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നെഗറ്റീവായി. അങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വന്നത്. അപ്പം ലഗ്രാഞ്ചിയന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, അപ്പം ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? എക്സ് ഡോട്ട് പി മൈനസ് എച്ച് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം എക്സ് ഡോട്ട് പി, പിയുടെ വാല്യൂ നമ്മൾ എഴുതണം. പിയുടെ വാല്യൂ എന്തായിരുന്നു? പി എന്ന് പറയുന്നത് പിയുടെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? നിങ്ങൾ ചെയ്യുന്നത് കൂടെ തന്നെ ചെയ്യുക. എം എക്സ് ഡോട്ട് ഇ റേസ് ടു എക്സ് ബൈ എ എന്നായിരുന്നു പിയുടെ വാല്യൂ അല്ലേ? മൈനസ് എച്ച്. മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ലഗ്രാഞ്ചിൻ്റെത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഴുതുക. പി സ്ക്വയർ ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് വി ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. എറർ വരാതെ നോക്കി കറക്റ്റായിട്ട് ചെയ്ത് പോവാ കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ട് ഉണ്ട്. അപ്പൊ എം എക്സ് ഡോട്ട് സ്ക്വയർ ഇ റേസ് ടു എക്സ് ബൈ എ അല്ലേ? ഇത്രയും കറക്റ്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യാം അല്ലേ? അപ്പൊ ഇവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യണം. എന്താണ്? പിയുടെ വാല്യൂ, ആ പിയുടെ വാല്യൂ ഇവിടെ പി സ്ക്വയർ ആണ് അല്ലേ? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് പി എന്ന് പറയുന്നത്. ഈ പി സ്ക്വയറിൽ പിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഈ പിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? പി ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ഇ റേസ് ടു എക്സ് ബൈ എ. ഈ വാല്യൂ പി സ്ക്വയറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ വരുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. എം സ്ക്വയർ എക്സ് ഡോട്ട് സ്ക്വയർ ബൈ 2m ഇ റേസ് ടു 2x by a e raised to minus of x by a. അപ്പം p സ്ക്വയർ ആണ് ഇവിടെ ചെയ്തത്. ബൈ 2m e raised to minus of x by a അവിടെ വന്നു. മൈനസ് v of x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മൈനസ് വന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ലഗ്രാഞ്ചിയൻ L is equal to half m x dot square e raised to x by a minus v of x എന്ന് വരും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വാല്യൂ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം L is equal to നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയറിന് ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ? ഡി എക്സ് ബൈ ഡി ടി ദി ഓൾ സ്ക്വയർ ഇ റേസ് ടു എക്സ് ബൈ എ മൈനസ് വി ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് ഏതാ ഓപ്ഷൻ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ? എം ബൈ ടു ഡി എക്സ് ബൈ ഡി ടി ദി ഓൾ സ്ക്വയർ ഇ റേസ് ടു എക്സ് ബൈ എ മൈനസ് വി ഓഫ് എക്സ് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ എക്സാം എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയൊക്കെ മാറ്റി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളും പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ പൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നൊക്കെ മാക്സിമം നമ്മുടെ റേഞ്ചിൽ നിൽക്കുന്ന നമ്മുടെ തിയറി നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ, വൈൽഡ് ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാന്നുള്ളതല്ല, നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യനുകളും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളൊരു PSC എക്സാം എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയുക, യൂഷ്വലി കാണുന്ന പോലെ വളരെ ടഫ്, ഇപ്പം നെറ്റിനൊക്കെ ചോദിക്കുന്ന പോലെ വളരെ ടഫായിട്ട് ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആയിക്കോളും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലഗ്രാഞ്ചിയൻ ഇസ് ഗിവൺ ബൈ L is equal to half m x dot square plus y dot z dot plus z dot square minus alpha into 2x plus 3y plus z എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ കൺസേർവ്ഡ് മൊമെൻറ്റം ഈസ്, ഇതിൽ ഏതാണ് കൺസേർവ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റം? അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മൊമെൻറ്റം ഏതാണ് കൺസേർവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ ഒരു എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണ്ടത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ ക്വാണ്ടിറ്റി അല്ലേ, ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നതായിരിക്കും 0 എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഈ ഒരു സംഭവം എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആൻഡ് ദാറ്റ് വിൽ ബി കൺസേർവ്ഡ് ആയിരിക്കും, അത് കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് 0 എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പം അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എക്സിനും സെഡിനും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം അല്ലേ? അപ്പം എങ്ങനെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് പോവാം. എങ്ങനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ലഗ്രാഞ്ചിയൻ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം എന്താന്ന് നമുക്ക് അറിയാം അല്ലെ? എന്താണ്? d/dt ഓഫ് ഡോ എൽ ബൈ ഡോ QJ ഡോട്ട് അല്ലെ, ജനറൽ ആയിട്ടുള്ളത് എഴുതാം, മൈനസ് ഡോ എൽ ബൈ ഡോ QJ ഇസ് ഈക്വൽ ടു 0 അല്ലെ? ഇതാണ് ലഗ്രാഞ്ചിയൻ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലഗ്രാഞ്ചിയൻ നമ്മൾ എഴുതാൻ പോവാണ്. ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് ഇസഡ് ഡോട്ട് പ്ലസ് ഇസഡ് ഡോട്ട് സ്ക്വയർ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലഗ്രാഞ്ചിയൻ ആണ്, ഇൻറ്റു ആൽഫ ഓഫ് 2x പ്ലസ് 3y പ്ലസ് ഇസഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എക്സും വൈയും ഇസഡും ഇവിടെ കോർഡിനേറ്റ് ആണ് അല്ലേ? സോ ആദ്യത്തെ കേസ് എന്ത് വരും? d/dt ഓഫ് എന്ത് കാണണം? ഡോ ബൈ ഡോ എക്സ് ഡോട്ട് അല്ലെ, QJ ഡോട്ട് ആണ്, ഡോ ബൈ ഡോ എക്സ് ഡോട്ട് ഓഫ് ലഗ്രാഞ്ചിയൻ എഴുതുക. ഇവിടെ നോക്കിയേ, എക്സിന്റെ ടേമിൽ ഇത് ഇത്രേ വരുള്ളൂ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ഇത്രയും ടേമേ വരുള്ളൂ, ബാക്കി ടേം 0 ആണ്. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എൽ, ലഗ്രാഞ്ചിയനിൽ എക്സിന്റെ ടേം ഇത്രയേ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു 2x. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കിയേ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1/2 m ഇൻറ്റു 2x ഡോട്ട് എന്ന് വരും അല്ലേ? മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഈ മൈനസ് പോയിട്ട് മൈനസ് ഓഫ് 2 ആൽഫ എന്ന് വരും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ d/dt ഓഫ് ഈ ഒരു ടേം ആണ് വരിക അല്ലെ, d/dt ഓഫ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വരും? mx ഡബിൾ ഡോട്ട് മൈനസ് 2 ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ mx ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 ആൽഫ അല്ലെ. ഇങ്ങനെ നമുക്ക് എഴുതാലോ. ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ടേമിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം.
ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് എന്താണ്? അടുത്ത ഡി ബൈ ഡി ടി ഓഫ് അടുത്ത കോർഡിനേറ്റിന് ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് മൈനസ് ഓഫ് ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0 ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തരുവാണ്, നിങ്ങളിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എം ഇസഡ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 6 ആൽഫ എന്ന് കിട്ടും. അപ്പം കിട്ടിയത് എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 ആൽഫ എന്നാണ്. ഇനി അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ അടുത്ത കോർഡിനേറ്റ് ഡോ ഇസഡ് ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പം ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? എം വൈ ഡബിൾ ഡോട്ട് ഈക്വൽ ടു 10 ആൽഫ എന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി നിങ്ങൾ ദ കൺസേർവ്ഡ് മൊമെന്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ടേമിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എം ഇസ് ഈക്വൽ ടു 2x ഡോട്ട് പ്ലസ് ഇസഡ് ഡോട്ട് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കൺസേർവ്ഡ് മൊമെന്റം ഞാൻ പറഞ്ഞു, തന്നിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മൊമെന്റം എന്ന് പറയുന്ന കൺസേർവ്. അപ്പം നോക്കിയേ, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 ആണെങ്കിൽ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പൊ ഡി പി ബൈ ഡി ടി ഏതാണ്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒക്കെ പി എന്ന് പറയുന്ന മൊമെന്റം ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ഏതാണ് 0 വരുന്നത് നോക്കുക. അത് 0 വരുമ്പോൾ ഏതാണോ വരുന്നത് അതായിരിക്കും കൺസേർവ്ഡ് ആയിട്ടുള്ള മൊമെന്റം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഐഡിയ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഡി ബൈ ഡി ടി ചെയ്യണം. ഡി ബൈ ഡി ടി ഓഫ് ഈ ഒരു ടേം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് എം നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 2x ഡബിൾ ഡോട്ട് പ്ലസ് ഇസഡ് ഡബിൾ ഡോട്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 4 ആൽഫ മൈനസ് ഓഫ് 6 ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 10 ആൽഫ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തല്ല? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി അല്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു 2x ഡോട്ട് പ്ലസ് വൈ ഡോട്ട് പ്ലസ് ഇസഡ് ഡോട്ട് എന്നാണ് അല്ലേ? അപ്പം അത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2mx ഡോട്ട് പ്ലസ് എം വൈ ഡോട്ട് പ്ലസ് എം ഇസഡ് ഡോട്ട് എന്ന് വരും അല്ലേ? അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമല്ലോ, ഡി ബൈ ഡി ടി കാണണം. അത് ചെയ്യുമ്പം നമുക്ക് എന്ത് വരും? 2mx ഡബിൾ ഡോട്ട് പ്ലസ് എം വൈ ഡബിൾ ഡോട്ട് പ്ലസ് എം ഇസഡ് ഡബിൾ ഡോട്ട് എന്ന് വരും അല്ലേ? അപ്പം അതിൻ്റെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 4 ആൽഫ പ്ലസ് 10 ആൽഫ മൈനസ് 6 ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം നോക്കിയേ, ഈ പറയുന്ന പി ആണ് എന്തെന്ന് പറയുന്നത്? കൺസേർവ്ഡ്. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാമിൽട്ടോണിയൻ ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം H is equal to P1 P2 plus Q1 Q2. Q1 Q2 എന്താണ്? ജനറലൈസ് കോർഡിനേറ്റ്. P1 ആൻഡ് P2 കനോണിക്കൽ മൊമെന്റ് ആണ്. ലഗ്രാഞ്ചിയൻ ഓഫ് ദ സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? Q1 ഡോട്ട് എന്ന് പറയുന്നത് ഡോ എച്ച് ബൈ ഡോ P1 ആണ് അല്ലേ? Q1 ഡോട്ട്. അതേപോലെ Q2 ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡോ എച്ച് ബൈ ഡോ P2 ആണ് അല്ലേ? ഇത് നമുക്കറിയാം. അക്കോർഡിംഗ് ടു രണ്ടും ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ Q1 ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡോ എച്ച് ബൈ ഡോ P1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡോ എച്ച് ബൈ ഡോ P1 എന്ന് പറയുമ്പോൾ എന്താ വരിക? P2 ആണ് വരിക അല്ലേ? ഈ ടേം പോവും അല്ലേ? അടുത്തത് Q2 ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഡോ എച്ച് ബൈ ഡോ P2. അപ്പോൾ ഡോ എച്ച് ബൈ ഡോ P2 ചെയ്യുമ്പോൾ എന്ത് വരും? P1 വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? സിഗ്മ ഓഫ് ക്യു ജെ ഡോട്ട് പി ജെ മൈനസ് ലഗ്രാഞ്ചിൻ ഈസ് ഈക്വൽ ടു എച്ച് അല്ലേ? ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലഗ്രാഞ്ചിൻ എന്താണെന്നാണ് അല്ലേ? അപ്പോൾ സിഗ്മ ഓഫ് ക്യു ജെ ഡോട്ട് പി ജെ മൈനസ് എച്ച് എന്ന് പറയുന്നതാണ് ലഗ്രാഞ്ചിയൻ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ സോർട്ട് ചെയ്തെടുത്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ ഓഫ് ആണെന്ന് അല്ലേ? അപ്പോൾ അതായത് രണ്ട് കോർഡിനേറ്റ് ഉണ്ട് ഇവിടെ, ജനറലൈസ് കോർഡിനേറ്റ് Q1 ഉം Q2. അപ്പോൾ അതിൻ്റെ ടേംസിൽ നമുക്ക് ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ് കാൽക്കുലേഷൻ ചെയ്യാൻ കേട്ടോ. ഡോ എച്ച് ബൈ ഡോ P1 എന്ന് വെച്ചാൽ Q1 ഡോട്ട് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു P2 ആണ് അല്ലേ?
ആൻഡ് അതേപോലെ തന്നെ ഒരു റിസൾട്ടും കൂടി ഉണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു Q2 ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ P2 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു P1 ആണ് അല്ലേ. ഇനി അടുത്ത നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ലഗ്രാഞ്ചിയൻ L എന്ന് പറയുന്ന സിഗ്മ ഓഫ് ക്യു ജെ ഡോട്ട് പി ജെ മൈനസ് എച്ച് ആണ് വരിക. അപ്പം നമുക്കിവിടെ ലഗ്രാഞ്ചിയൻ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ക്യു ജെ ഡോട്ട് കറക്റ്റ് ചെയ്ത് എഴുതാം. ക്യു ജെ ഡോട്ട് പി ജെ മൈനസ് എച്ച് അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എല്ലിന് എന്ത് വരും, Q1 ഡോട്ട് P1 പ്ലസ് Q2 ഡോട്ട് P2 മൈനസ് എച്ച് അല്ലേ. എച്ച് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു P1 P2 പ്ലസ് Q1 Q2 P1 P2 പ്ലസ് Q1 Q2. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നോക്കിയേ, നമുക്കിവിടെ Q1 ഡോട്ട് P1ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q2 ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. Q2 ഡോട്ട് പ്ലസ് ഇവിടെ എന്താണ് Q2 ഡോട്ട് P2ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q1 ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1 ഡോട്ട് മൈനസ് ഇവിടെ P1 P2 മൈനസ് Q1 Q2 എന്നാവും അല്ലേ. അപ്പൊ ഇവിടെ നോക്കി ഇത് രണ്ടും സെയിം അല്ലേ. അപ്പൊ 2 ഇൻറ്റു Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് ഈ P1 P2നൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് കേട്ടോ. P1 P2ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് Q1 ഡോട്ട് Q2 ഡോട്ട്, കണ്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് അടുത്തത് Q1 Q2 ജസ്റ്റ് Q1 Q2 തന്നെ എഴുതി. അപ്പൊ നോക്കിയേ 2 Q1 ഡോട്ട് Q2 ഡോട്ട് എന്ന് ഒരെണ്ണം കുറയ്ക്കുമ്പോൾ Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് Q1 Q2 കിട്ടിയോ, ലഗ്രാഞ്ചിയൻ കിട്ടിയല്ലോ. Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് Q1 Q2. അപ്പോൾ ഇത് ഏതാണ് നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്, ഓപ്ഷൻ 4 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പം ഇങ്ങനെ ഉള്ള കാൽക്കുലേഷൻസ് ഇതൊന്നും ഒത്തിരി ടൈം കൺസ്യൂമിങ് അല്ല. ഇപ്പം നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ടൈം എടുക്കുന്നതാണ്. നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാനിരുന്നാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇതിൻ്റെ ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് എക്സ്പെക്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ.